നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുംഭമേളയിൽ വൈറലായ പെൺകുട്ടിയുടെ വിവാഹം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ഒരു വശത്ത് അരങ്ങേറുകയാണ്. ഇതിനിടയിൽ ഫർമാൻ ഖാനെതിരെ ഈ പെൺകുട്ടിയുടെ മാതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിരൂക്ഷമായ വിമർശനമാണ് പെൺകുട്ടിയുടെ മാതാവ് ഫർമാൻ ഖാനെതിരെ ഉന്നയിക്കുന്നത്. തൻ്റെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് കുംഭമേള വൈറൽ താരത്തിൻ്റെ അമ്മ ഫർമാൻ ഖാൻ മകളെ വശീകരിച്ച് കടത്തിക്കൊണ്ടുപോയതാണെന്നും അമ്മയുടെ പ്രതികരണം. തൻ്റെ മകൾ പ്രായപൂർത്തിയാകാത്തവളാണ്, അവർ അവളെ വശീകരിച്ചാണ് കൊണ്ടുപോയത്. മകളുടെ ജനനവുമായി ബന്ധപ്പെട്ട രേഖകൾ അധികൃതരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പെൺകുട്ടിയുടെ അമ്മ വെളിപ്പെടുത്തി. ഫർമാൻ ഖാൻ മകൾക്ക് വലിയ സിനിമ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി മകളുടെ ജനന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയാൽ എല്ലാം ശരിയാകുമെന്ന് പോലും ഫർമാൻ ഖാൻ പറഞ്ഞിരുന്നുവെന്നാണ് അമ്മയുടെ വെളിപ്പെടുത്തൽ. നിലവിൽ ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്ന കുറ്റത്തിന് ഈ ഒരു സാഹചര്യത്തിലാണ് അമ്മ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. മകളെ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് അമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. മകൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ജനനവുമായി ബന്ധപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാൻ സർക്കാർ സഹായം കിട്ടിയെന്നും അമ്മ വെളിപ്പെടുത്തി. തൻ്റെ മകൾ ഒരു സർക്കാർ ആശുപത്രിയിലാണ് ജനിച്ചത്. തൻ്റെ മകൾ പോയെന്ന് ആശുപത്രി അധികൃതരോട് പറഞ്ഞു. മാത്രമല്ല, ജനന രേഖകൾ നൽകാൻ ആശുപത്രി അധികൃതരെ സമീപിച്ചപ്പോൾ അവർ എല്ലാ രേഖകളും നൽകിയിട്ടുണ്ട്. തൻ്റെ മകൾ പ്രായപൂർത്തിയാകാത്തവളാണെന്ന് ആ ആശുപത്രി രേഖകൾ ഉണ്ട് എന്നും പെൺകുട്ടിയുടെ അമ്മ വെളിപ്പെടുത്തുകയുണ്ടായി. എത്രയും വേഗം തൻ്റെ മകളെ തിരികെ കൊണ്ടുവരാൻ സർക്കാരിനോടും അധികാരികളോടും അപേക്ഷിക്കുകയാണ് ഒരമ്മ. നേരത്തെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് കേസ് ഫയൽ ചെയ്തത്. കുംഭമേളയിൽ വളയും മാലയും വിറ്റ് നടന്ന പെൺകുട്ടിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ആ പെൺകുട്ടി പ്രശസ്തിയിലേക്ക് ഉയർന്നത്. പിന്നാലെ സിനിമയിലേക്കും ക്ഷണിക്കപ്പെട്ടു. സിനിമ അവസരങ്ങൾ കിട്ടുന്നു. കേരളത്തിലേക്ക് എത്തിയിരുന്നു. ജ്വല്ലറി ഉദ്ഘാടനത്തിനായിട്ട് പെൺകുട്ടി കേരളത്തിലെത്തിയിരുന്നു. അതിനിടെ മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി എത്തിയ പെൺകുട്ടി സുഹൃത്തിനെ വിവാഹം ചെയ്യുകയായിരുന്നു. ബന്ധുവായൊരു യുവാവിനെ വിവാഹം കഴിക്കാൻ വീട്ടുകാർ നിർബന്ധിക്കുകയാണെന്നും കാമുകൻ മുസ്ലിം ആയതിനാൽ വിവാഹത്തിന് സ്വന്തം നാട്ടിൽ എതിർപ്പും ഭീഷണിയും നേരിടേണ്ടി വന്നു എന്നുമായിരുന്നു വൈറൽ പെൺകുട്ടി പറഞ്ഞത്. അത്തരത്തിൽ കേരളത്തിലെത്തി തമ്പാനൂർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. വിവാഹം നടത്തി തരണമെന്ന ആവശ്യവുമായി തമ്പാനൂർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. കേരളത്തിൽ വെച്ച് മന്ത്രിമാരുടെയും എംപിമാരുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് വിവാഹം കഴിഞ്ഞത്. പക്ഷേ ലവ് ജിഹാദ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ വിവാഹത്തിന് നേരെയും ഉയർന്നു. മാത്രമല്ല, പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച ചോദ്യം ഉയർന്നു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നതടക്കമുള്ള സംശയങ്ങൾ ഉയർന്നു. പിന്നാലെയാണ് പെൺകുട്ടി വിവാഹം കഴിഞ്ഞ ദിവസം 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എന്ന വിവരം പുറത്തു വരുന്നത്. ഇത് വലിയൊരു നിയമക്കുരുക്കായി മാറുന്ന സാഹചര്യമുണ്ടായി. പെൺകുട്ടി 2009 ഡിസംബർ 30 ജനിച്ചതാണെന്നും വിവാഹം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി. ഇതോടെയാണ് പോക്സോ കേസ് ഫയൽ ചെയ്തത്. വിവാഹം നടത്തുന്നതിനായി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായും കമ്മീഷൻ ആരോപിച്ചു. ഏപ്രിൽ 22 ഡൽഹിയിൽ ഹാജരാക്കാൻ കേരള മധ്യപ്രദേശ് പോലീസ് ഡയറക്ടർ ജനറൽമാരോട് കമ്മീഷൻ സമൻസ് അയച്ചിട്ടുണ്ട്. മാർച്ച് 11 തിരുവനന്തപുരത്തിനടുത്തുള്ള പൂവാറിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെ വിവാഹം. അതിനിടെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഫർമാൻ ഖാൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, MP A റഹീം അടക്കമുള്ളവർ ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ആശംസകൾ അറിയിക്കാൻ എത്തിയിരുന്നു. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു കല്യാണത്തിന് അവർ പങ്കെടുത്തത്. പിന്നാലെ അത് വിവാദമായി. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, പോക്സോ കേസ് അടക്കമുള്ള കാര്യങ്ങൾ വന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കെടുത്തതിൽ എന്താണ് കുഴപ്പം, എന്താണ് തെറ്റ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. വിവാഹത്തിൽ പങ്കെടുത്തതിൽ നിയമപരമായ തടസ്സങ്ങളില്ല. എല്ലാ രേഖകളും പരിശോധിച്ച ശേഷമാണ് വിവാഹം നടത്തിയത്. വിവാഹം കഴിച്ചവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന ആരോപണത്തെ അദ്ദേഹം തള്ളി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആധാർ കാർഡും പാൻ കാർഡും പോലീസ് പരിശോധിച്ചിട്ടുണ്ടെന്നും രണ്ടിലും ഒരേ ജനന തീയതിയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വിവാഹത്തിൽ പങ്കെടുത്തതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച MP ഗോവിന്ദൻ ആ വിവാഹം റിയൽ കേരള സ്റ്റോറി തന്നെയാണെന്നും വ്യക്തമാക്കി. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ഈ സമയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയല്ലേ
എന്ന ചോദ്യത്തിന് എല്ലാം പരിശോധിച്ചിട്ടാണ് പോയതെന്നും ഈ വിവാഹത്തിൽ പങ്കെടുത്തതെന്നും പാർട്ടി സെക്രട്ടറിക്ക് ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് എന്താണ് നോക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. ആദ്യത്തെ കേസാണോ ഇത്? കേസൊക്കെ എത്രയാണെങ്കിലും വരും. ആരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്? എത്രയോ കേസുകൾ അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കേസ് വരുമ്പോൾ പേടിച്ചു മാളത്തിൽ ഒളിക്കുന്ന സൈസാണ് നമ്മളെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? കേരളത്തിൽ വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് 2 യുവാക്കൾ കേരളത്തിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്തു. അച്ഛനെ കൂട്ടിയാണ് പോയത്. അച്ഛൻ കൊടുത്ത രേഖയാണ് അവിടെ ഉള്ളത്. ആ രേഖകളെല്ലാം കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. ആധാറും പാൻ കാർഡുമാണ് അവരുടെ പക്കലുള്ള രേഖ. ഇതിലെല്ലാം ഒരേ ജനന തീയതിയാണുള്ളത്. ആദ്യത്തെ രേഖ 5ാമത്തെ വയസ്സിൽ എടുത്തിട്ടുള്ളതാണ്. എല്ലാം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. പോലീസ് ക്ഷേത്ര കമ്മിറ്റി, വിവാഹ രജിസ്ട്രേഷന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെല്ലാം രേഖകൾ പരിശോധിച്ചതാണെന്നും MP ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു. 2 വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർ വിവാഹം കഴിക്കുന്നതിനെ സംഘപരിവാർ ഭീഷണിയായി കാണുന്നുവെന്നും ഈ വിവാദങ്ങൾക്ക് പിന്നിൽ അവരാണെന്നുമായിരുന്നു MP ഗോവിന്ദന്റെ ആരോപണം. ഇപ്പോൾ തന്നെ തങ്ങൾക്ക് ഭീഷണിയുണ്ടെന്നാണ് വിവാഹിതരായവർ പറയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2 മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. അവരുടെ അംഗീകാരത്തോടു കൂടി ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു. ക്ഷേത്രത്തിൽ വിവാഹിതരായി. അവർക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി എന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ പോയത് ശരിയാണെന്നാണ് അന്നും ഇന്നും ഞങ്ങളുടെ അഭിപ്രായം. ഈ നിലപാട് ഇനിയും തുടരുമെന്നും MP ഗോവിന്ദൻ വ്യക്തമാക്കി. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദമാണ് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. പ്രത്യേകിച്ച് ഇതൊരു മാതാപിതാക്കളുടെ താല്പര്യമില്ലാതെ നടത്തിയ വിവാഹമെന്ന ആദ്യ വിവാദത്തിൽ തുടങ്ങി ഇപ്പോൾ അത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നതടക്കമുള്ള പോക്സോ കേസ് എന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്തായാലും വൈറൽ കല്യാണം വളരെയധികം ഒരു വിവാദപരമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നിയമക്കുരുക്കുകളിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം കേസിൽ മധ്യപ്രദേശ് പോലീസും അന്വേഷണം കർശനമാക്കിയിരിക്കുകയാണ്. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി മധ്യപ്രദേശ് പോലീസ് രേഖപ്പെടുത്തി. പ്രായം തെളിയിക്കുന്നതിനായി വ്യാജരേഖകൾ നിർമ്മിച്ചതിൽ കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. മഹേശ്വർ മുനിസിപ്പാലിറ്റിയിലെ ആശുപത്രിയിലെ രേഖകളിൽ തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ട് ചില ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കാൻ പോലീസ് നിയമോപദേശവും തേടിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. MP ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, A റഹീം MP എന്നിവർക്കെതിരെ പോക്സോ, ശൈശവ വിവാഹ നിരോധന നിയമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഘ്നേശ്വര പ്രസാദാണ് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. പെൺകുട്ടിയെ 13 ദിവസം വീട്ടിൽ താമസിപ്പിച്ച തിരുവനന്തപുരം സ്വദേശി ജയകുമാറിനെതിരെയും പരാതിയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.